സ്വാതന്ത്ര്യദിന ക്വിസ് LP UP HS HSS പാർട്ട് 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? ഉത്തരം മൈക്കിൾ ഒ ഡയർ. ഏതൊക്കെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ യോഗം ചേർന്നത്? ഉത്തരം സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ഇന്ത്യയുടെ ധീര ദേശാഭിമാനി ആരായിരുന്നു? ഉത്തരം ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാക്കൾ ആരെല്ലാമായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഗാന്ധിജിയും സരോജിനി നായിഡുവുമായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം സി ശങ്കരൻ നായർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. എന്നാൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ പിൽക്കാലത്ത് വളരെ ലജ്ജാകരം, അതായത് ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഡേവിഡ് കാമറൂൺ. ഇന്ത്യക്കാർക്ക് മതമല്ല വേണ്ടത്, ഭക്ഷണമാണ് എന്ന് പറഞ്ഞ നേതാവ് ആരായിരുന്നു? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച നേതാവ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കേസരി എന്ന മറാത്ത പത്രവും മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രവും. 1916 മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രീകരിച്ച് ബാലഗംഗാധര തിലക് ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഹോം റൂൾ പ്രസ്ഥാനം.